കൃഷ്ണപ്രിയം ഭാഗം 43. കഥയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. കൂടാതെ കഥ ഇഷ്ടമായാൽ നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഒരു വർഷമായി ഞാൻ ഏട്ടനെ ഒന്ന് നേരിട്ട് കണ്ടിട്ട്, ഒന്ന് നെഞ്ചോട് ചേർന്നിട്ട്, ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് മുത്തങ്ങൾ കൊണ്ട് മൂടണമെന്നാണ് മനസ്സിൽ തോന്നുന്നത്. ഏട്ടൻ്റെ മുഖം കണ്ടാലറിയാം അവിടെയും അതാണ് ആഗ്രഹമെന്ന്. പക്ഷെ പറ്റില്ലല്ലോ. ചേട്ടൻ, ചേട്ടത്തി, ചേട്ടത്തിയുടെ അമ്മ, പിന്നെ അയലത്തുള്ള ചേട്ടന്മാർ എല്ലാവരും ഉണ്ട്. ഏട്ടൻ കാറിൽ നിന്നിറങ്ങി അവരോടൊക്കെ വിശേഷങ്ങൾ പറയുന്നു. എനിക്ക് കുറച്ച് ദേഷ്യം വരാൻ തുടങ്ങി. കൂട്ടുകാരും ബന്ധുക്കളും ആളെ ഒന്ന് അകത്ത് കയറ്റിക്കൂടെ? മുറ്റത്ത് വെച്ച് തന്നെ എല്ലാം പറയണോ? അവസാനം ചേട്ടത്തി രക്ഷിക്കാനെത്തി. ഹരി, നീ അകത്തേക്ക് വന്നേ. മുറ്റത്ത് നിർത്തി തന്നെ അവനോട് വിശേഷങ്ങൾ ചോദിക്കണോ? അവന് നല്ല വിശപ്പുണ്ടാകും, അവൻ വല്ലത് കഴിക്കട്ടെ അല്ലേടാ? ചേട്ടത്തി ചോദിച്ചു. ആ അതെ, നല്ല വിശപ്പുണ്ട്. വരുന്ന വഴി ഒരു ചായ പോലും ഈ ദുഷ്ടം വാങ്ങിത്തന്നില്ല. ഇവിടെ അങ്ങേരുടെ ഭാര്യ ഉണ്ടാക്കിയത് കഴിച്ചാൽ മതിയെന്ന്. ഏട്ടൻ അകത്തേക്ക് കയറി. ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ മെല്ലെ തൊട്ടു. ഏട്ടൻ എന്നെ മെല്ലെ കൈകൊണ്ട് ചേർത്ത് പിടിച്ചു. ആലിംഗനമല്ല, ഒരു ചേർത്ത് പിടിക്കൽ. എല്ലാവരും ഉള്ളതല്ലേ. പക്ഷെ എനിക്ക് അത് തന്നെ ഒരു ബിരിയാണി തിന്ന സുഖമായിരുന്നു. ആളുടെ സ്പർശം, അതുതന്നെ എനിക്ക് വലിയ കാര്യമാണ്. ഞാൻ സ്നേഹം ഒരുപാട് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്. സ്പർശനം എനിക്കൊരുപാട് പ്രധാനമാണ്. എനിക്കൊരുപാട് ഇഷ്ടമുള്ളവരുടെ സ്പർശം, ചുംബനം, അതൊക്കെ എനിക്ക് ഒരുപാട് പ്രധാനമാണ്. അച്ഛൻ, അമ്മ, ഇപ്പോൾ ഏട്ടനും, ഇവരുടെ മണം, കെട്ടിപ്പിടുത്തം, കിസ്, ഇതൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അച്ഛനും അമ്മയും ഇല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എൻ്റെ ഏട്ടൻ്റെ കയ്യിൽ നിന്നല്ലേ എനിക്ക് കിട്ടൂ. എനിക്ക് ഏട്ടനെ കെട്ടിപ്പിടിക്കണം. ആ നെഞ്ചിലെ രോമക്കാടിൽ തലവെച്ച് ഏട്ടൻ്റെ സ്മെല്ല് ആസ്വദിക്കണം. 1 വർഷമായി ഞാൻ കടിച്ചു പിടിച്ച് നിൽക്കുന്നു. നാട്ടുകാർക്ക് അതൊന്നും അറിയണ്ടല്ലോ. കുപ്പി കൊണ്ടുവന്നോ എന്നറിയാൻ ഒരു സംഘം, എന്ന് തിരിച്ചു പോകുമെന്നറിയാൻ മറ്റൊരു സംഘം. സാധനങ്ങളെല്ലാം അകത്തു വന്നു. ഏട്ടനാണ് വരാത്തത്. അവസാനം വൈകുന്നേരം കാണാമെന്ന കണ്ടീഷനിൽ എല്ലാവരും പിരിഞ്ഞു. ഏട്ടൻ ഡ്രസ്സും എടുത്ത് കുളിക്കാൻ പോയി. ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ എടുത്തു വെച്ചു. അപ്പാണ് കഴിക്കാൻ. ചേട്ടത്തി അത് ചുടുന്നുണ്ട്. ഞാൻ പ്ലേറ്റെല്ലാം എടുത്തു, കറിയും എടുത്തു വെച്ചു. ഏട്ടൻ കുളി കഴിഞ്ഞ് വന്നു. പിന്നെ നേരെ കഴിക്കാനിരുന്നു. കഴിപ്പൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും ആളുകൾ കാണാൻ വന്നു. എനിക്ക് ദേഷ്യം വരാൻ തുടങ്ങി. ഒരു 2 മിനിറ്റ് എനിക്ക് തന്നൂടെ? ഞാൻ ചേട്ടത്തിയെ എല്ലാം എടുത്തു വെക്കാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോഴും പുറത്ത് വിശേഷങ്ങൾ പറച്ചിൽ നടക്കുക. ഞാൻ നേരെ റൂമിലേക്ക് കയറി. ഏട്ടൻ്റെ ഫോണിലേക്ക് വിളിച്ചു. ആദ്യം കോള് കട്ടാക്കി. ഞാൻ വിട്ടില്ല, വീണ്ടും വിളിച്ചു. അതോടെ ഫോൺ എടുത്തു. പറയ് ഏട്ടാ, വേഗം ഒന്ന് റൂമിലേക്ക് വന്നേ, അത്യാവശ്യമാണ്. അതും പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആള് റൂമിലേക്ക് വന്നു. കേറിയ പാടെ ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടു. എന്താണ് മുത്തേ, ഇത് മോശമാണ് കേട്ടോ. വെളിയിൽ എല്ലാവരും നിൽക്കുമല്ലേ. നിനക്കിതെന്താ? ഏട്ടൻ ചോദിച്ചു. ഞാൻ മിണ്ടിയില്ല. ഏട്ടൻ്റെ അടുത്ത് ചെന്ന് മെല്ലെ ഏട്ടൻ്റെ ടീഷർട്ടിൻ്റെ അടിയിൽ കൂടി നോണ്ട് കയറി നെഞ്ചിൽ തലവെച്ചു. എന്നിട്ട് ഏട്ടനെ മുറുകെ പുണർന്നു. ആ ഗന്ധം ആസ്വദിച്ചു. എന്താടി? ഏട്ടൻ പ്രേമത്തോടെ എന്നോട് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. എൻ്റെ മുഖം ഏട്ടൻ്റെ നെഞ്ചിലിട്ട് ഉരച്ചു. ഏട്ടനും എന്നെ തിരിച്ചു കെട്ടിപ്പിടിച്ചു. എൻ്റെ നെറുകയിൽ ഏട്ടൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു. കുറച്ചു നേരം അങ്ങനെ ഞങ്ങൾ 2 പേരും മാത്രം. പെട്ടെന്ന് വാതിലിൽ മുട്ടുകേട്ടു. കൂടെ ഏട്ടന് വേണ്ടിയുള്ള വിളിയും. ഏട്ടൻ എന്നെ വിട്ട് വാതിൽ തുറക്കാൻ ഒരുങ്ങി. ഞാൻ വിട്ടില്ല. ഒന്നുകൂടി മുറുകെ പിടിച്ചു. മുഖം നെഞ്ചോട് ചേർത്തു. മുത്തേ, അവരൊക്കെ എന്തു വിചാരിക്കും? മോശമല്ലേ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ? ഞാനിവിടെ ഉണ്ടല്ലോ, ഏട്ടൻ പറഞ്ഞു. ഞാൻ വിട്ടില്ല. ഒന്നുകൂടെ മുറുകെ പിടിച്ചു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പുറത്തു നിൽക്കുന്ന എല്ലാവരോടും എനിക്ക് ദേഷ്യം തോന്നി. വീണ്ടും ഏട്ടന് വേണ്ടിയുള്ള വിളി വന്നു. ദാ വരുന്നു, ഏട്ടൻ വിളിച്ചു പറഞ്ഞു. മുത്തേ, കരയാതെ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അവരൊക്കെ എന്നെ കാണാൻ വന്നതല്ലേ. ഞാൻ ചെന്നില്ലെങ്കിൽ മോശമല്ലേടാ. പോയിട്ട് വേഗം വരാം, എന്നിട്ട് നമുക്ക് പുറത്തെവിടെയെങ്കിലും പോവാം. ഇപ്പം ഞാൻ ചെല്ലട്ടെ? ഏട്ടൻ അപേക്ഷിക്കുന്നത് പോലെ പറഞ്ഞു. ഞാൻ ഏട്ടനെ വിട്ടു മാറി. ഞാൻ കരയുകയായിരുന്നു.
എത്ര നാൾ കൂടിയിട്ടാ ഒന്ന് വന്നത്. ഒന്ന് അടുത്തിരിക്കാൻ പോലും വയ്യ. ഏട്ടൻ എൻ്റെ അടുത്ത് വന്ന് ഒരു ഉമ്മ തന്നിട്ട് പുറത്തേക്ക് പോയി. കുറച്ചു നേരം ഞാൻ അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിൽ നിന്ന് ചേട്ടത്തിയുടെ ശബ്ദം കേൾക്കാം. ജയൻ ചേട്ടനോടാണ്. എത്ര നാൾ കൂടിയിട്ട് അവനൊന്ന് വന്നത്. ആ കൊച്ച് നോക്കി നോക്കിയിരുന്നതാ. നിങ്ങൾക്കൊക്കെ ഒരു ബോധമുണ്ടോ? അവൻ ഇവിടെ തന്നെ കാണുമല്ലോ. ഉടനെ വിളിച്ചോണ്ട് പോകാൻ വന്നിരിക്കുന്നു. അവര് മര്യാദക്കൊന്നും മിണ്ടിയത് പോലുമില്ല, ചേട്ടത്തി പറഞ്ഞു. അവന്മാരല്ലേ, ഞാനെന്ത് ചെയ്യാനാ? ജയൻ ചേട്ടൻ പറഞ്ഞു. ഏത് അവന്മാരായാലും ശരി, സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ, കുപ്പിയുണ്ടോന്നറിയാനല്ലേ. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ ഒന്നും നടക്കില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടേ മാറ്റി വെച്ചേര്, ചേട്ടത്തി പറഞ്ഞു. അവന്മാർ കുപ്പി കിട്ടാതെ പോകത്തില്ല. ഞാൻ എന്ത് ചെയ്യാനാ? ഇറക്കി വിടാൻ പറ്റുമോ? ജയൻ ചേട്ടൻ ചോദിച്ചു. ആ, എന്തെങ്കിലുമൊക്കെ ചെയ്യ്, ചേട്ടത്തി പറഞ്ഞു. ഞാൻ അങ്ങോട്ട് കയറി ചെന്നു. പിന്നെ സംസാരമൊന്നും ഇല്ലായിരുന്നു. ജയൻ ചേട്ടൻ പുറത്തേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഏട്ടൻ എന്നെ വിളിച്ചു. ദാ, ഈ പെട്ടിയിൽ ഞാൻ എല്ലാവർക്കും കൊണ്ടുവന്ന സാധനങ്ങളാ. നീ അതെങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവർക്കും കൊടുക്ക്, ഏട്ടൻ പറഞ്ഞു. അത് ചേച്ചിയെ വിളിച്ച് ഏട്ടൻ അങ്ങ് കൊടുക്ക്. ചേച്ചി എങ്ങനെയാന്ന് വെച്ചാൽ കൊടുക്കട്ടെ, അത് മതി, ഞാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ച് നിനക്കത് ഇഷ്ടാകില്ലെന്ന്. സാധാരണ ഭർത്താക്കന്മാർ കൊണ്ടുവരുന്ന സാധനങ്ങൾക്ക് ഭാര്യക്കല്ലേ അവകാശം. അതൊക്കെ അങ്ങനെയൊക്കെ തന്നെയാ. പക്ഷേ ഇവിടെ ആകുമ്പോൾ അങ്ങനെ വേണ്ട. ചേച്ചീനെ വിളിച്ച് ഏൽപ്പിച്ചാൽ മതി, ഞാൻ പറഞ്ഞു. ഏട്ടൻ ഒരു ചിരിയോടെ എന്നെ ചേർത്ത് പിടിച്ചു. പിന്നെ ചേട്ടത്തിയെ വിളിച്ച് ഏട്ടൻ പെട്ടി പൊട്ടിക്കാനുള്ള ദൗത്യം അങ്ങ് ഏൽപ്പിച്ചു. പുള്ളിക്കാരി ഹാപ്പിയായി. അധികമൊന്നുമില്ല. കുറേ നട്ട്സ്, ചോക്ലേറ്റ്, ഈന്തപ്പഴം, സോപ്പ്, ക്രീം, പിന്നെ മോന് കുറേ ടോയ്സ്. അതൊക്കെ തന്നെ. ചേട്ടത്തി തന്നെ എല്ലാം വീതം വെച്ചു. വീട്ടിൽ കൊടുക്കാനും അയലത്ത് കൊടുക്കാനും പിന്നെ ഏട്ടൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ കൊടുക്കാനും ഒക്കെ. എങ്കിലും ചേട്ടത്തി ആർക്കും കൊടുക്കുന്നതിൽ പിശുക്ക് കാണിച്ചില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് കിടക്കാൻ പോയി. അപ്പോഴാണ് ഏട്ടനെ ഒന്ന് അടുത്ത് കിട്ടിയത്. സൗണ്ട് പ്രോബ്ലം ആണല്ലോ, അപ്പുറത്താണ് എല്ലാവരും ഉണ്ട് താനും. അതുകൊണ്ട് ഞാൻ ഡീസൻ്റായിരുന്നു, ഏട്ടനും. ഏട്ടാ, ലീവ് കഴിയുന്നത് വരെ നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നത്, ഞാൻ ചോദിച്ചു. എന്താ ഇപ്പം ഇങ്ങനൊരു സംശയം? ഏട്ടൻ ചോദിച്ചു. ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ ചേച്ചിയുടെ അമ്മ ഓരോന്നൊക്കെ പറയുന്നു. അവർക്ക് പേടിയുണ്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുമെന്ന്. ചേച്ചിയും ചേട്ടനും ഒന്നും പറയില്ല, പക്ഷേ അവരോരോന്ന് പറയുമ്പോൾ എന്തോ പോലെ, ഞാൻ പറഞ്ഞു. അമ്മയും അച്ഛനും നമ്മളോട് അവിടേക്ക് ചെല്ലാനാ പറയുന്നേ. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഏട്ടനൊരു ചിരിയോടെ ചോദിച്ചു. അവിടെ നിൽക്കാൻ എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ്. പക്ഷെ ഏട്ടനുണ്ടെങ്കിൽ നിൽക്കാം. ഏട്ടനില്ലാതെ ഞാൻ നിൽക്കില്ല, ഒരു ദിവസം പോലും ഞാൻ നിൽക്കില്ല, ഞാൻ പറഞ്ഞു. ഇവിടെ എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ലല്ലോ, അത് ശരിയുമല്ല. പോട്ടെ, നമുക്ക് നോക്കാം, ഏട്ടൻ പറഞ്ഞു. പിന്നെ ഏട്ടൻ എന്നെ ചുറ്റിപ്പിടിച്ചു. എൻ്റെ അടുത്തേക്ക് വന്നു. അതെ, ഒന്ന് പതുക്കെ, അവരൊക്കെ അപ്പുറത്തുണ്ട്, ഞാൻ പറഞ്ഞു. നീ മിണ്ടാന്ന് കിടക്ക് വേണേ, ഞാനൊന്നും ചെയ്യത്തില്ല, അവളുടെ ഒരു ശബ്ദം. ഞാനും ചിരിയോടെ ഏട്ടനോട് ചേർന്ന് കിടന്നു. ഇത് തന്നെ ഒരു സുഖമല്ലേ, ഇങ്ങനെ ചേർന്ന് കിടക്കുമ്പോഴുള്ളൊരാശ്വാസം. അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. ജയൻ ചേട്ടൻ വന്ന് വിളിച്ചപ്പോഴാണ് പിന്നെ എഴുന്നേറ്റത്. പുറത്തെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും വന്നിരുന്നു. നീ വേഗം വരാന്ന് പറഞ്ഞു പോയതല്ലേ, എന്നിട്ട് ഇവിടെ അങ്ങ് കൂടിയോ? അമ്മ ക്ഷീണായിപ്പോയി, വൈകുന്നേരം അങ്ങോട്ട് വരാനിരുന്നതാ, ഏട്ടൻ പറഞ്ഞു. ഏട്ടൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിരിക്കുന്നത് അമ്മ കണ്ടു. മുഖം കണ്ടാലറിയാം, ഇഷ്ടായില്ല. ഓ, അവൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം അങ്ങ് എടുത്തു അല്ലേ? ബാക്കി വല്ലതും ഉണ്ടോ ആവോ? അമ്മ പറഞ്ഞു. ഞാനങ്ങനെ അധികം സാധനങ്ങളൊന്നും കൊണ്ടുവന്നില്ല അമ്മേ. അവിടെ കിട്ടുന്നതെല്ലാം ഇവിടെയും കിട്ടുമല്ലോ, പിന്നെന്തിനാ? പിന്നെ അമ്മയ്ക്ക് കൊണ്ടുവന്നതെല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, ആരും എടുത്തിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ചതാ, ഏട്ടൻ പറഞ്ഞു. നീ സ്വർണ്ണമൊന്നും കൊണ്ടുവന്നില്ലേടാ? അമ്മ ചോദിച്ചു. പിന്നെ ഇവിടെ കിട്ടാത്ത സാധനമല്ലേ, ഏട്ടൻ പറഞ്ഞു. അമ്മ പുച്ഛത്തോടെ ഇരുന്നു. എന്തായാലും നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട, വീട്ടിലോട്ട് വാ, അവിടെ നിന്നാ മതി, അച്ഛൻ പറഞ്ഞു. ഞങ്ങൾ ആകെ പെട്ടതുപോലായി. ഇവിടെ നിൽക്കാനാണ് എനിക്കിഷ്ടം, പക്ഷെ വേറെ ഓരോന്ന് ഓർക്കുമ്പോൾ അത് വയ്യ. ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഓർക്കാൻ പോലും വയ്യ. അമ്മയും അച്ഛനുമാണേ ഞങ്ങളെയും കൊണ്ടേ പോകൂ എന്നും പറഞ്ഞ് നിൽപ്പാണ്. എന്നോടൊന്നും പറയുന്നില്ല. ഞാൻ എന്നൊരു വ്യക്തി അവിടെ ഉണ്ടെന്ന് പോലും നോക്കുന്നില്ല. അവസാനം അങ്ങോട്ട് പോകാൻ തീരുമാനമായി. ജയൻ ചേട്ടനും പറഞ്ഞു 2 ദിവസം ഒന്ന് പോയി നിന്ന് നോക്കാൻ. പോയില്ലെങ്കിൽ അതും പറഞ്ഞാകും അടുത്ത വഴക്ക്. പതുക്കെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് അങ്ങോട്ട് യാത്ര തിരിച്ചു.
ചേട്ടത്തി ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. അങ്ങോട്ട് ചെന്ന് കയറിയപ്പോൾ തന്നെ മനസ്സിലായി സിംഹത്തിന്റെ മടയിലേക്കാണ് കയറി ചെന്നതെന്ന്. ഞങ്ങൾക്ക് കിട്ടിയ മുറിയുണ്ടല്ലോ, ഉള്ള തുണികൾ മുഴുവനുണ്ട് അവിടെ. പിന്നെ പൊടിയും. ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ട് വർഷങ്ങളായെന്ന് തോന്നുന്നു. ഞാൻ ചെന്ന് കയറിയതും പണിയെടുക്കാൻ തുടങ്ങി. ഏട്ടൻ എന്നെ സഹായിക്കാൻ നിന്നു. അപ്പോഴേക്കും അമ്മ വന്ന് വിളിച്ചിട്ട് പോയി. അവിടെയൊക്കെ ഒന്ന് അടുക്കിപ്പെറുക്കിയപ്പോൾ തന്നെ എൻ്റെ ഊപ്പാടിളകി. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടു. വിരിക്കാൻ പുതിയൊരെണ്ണം അമ്മയോട് ചോദിക്കാൻ ചെന്നപ്പോൾ ഒരുമാതിരി വീടും സ്ഥലവും ചോദിച്ച പോലൊരു മട്ട്. എല്ലാം കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ സഹായിക്കാൻ വിളിച്ചു. അടുക്കള കണ്ട ഞാൻ ചുമ്മാ പറയുന്നതെന്ന് വിചാരിക്കരുത്. പട്ടി വെള്ളം കുടിക്കില്ല. ചേട്ടത്തിയുടെ വീടൊരു ചെറിയ വീടാണ്, പക്ഷെ അവരെത്ര വൃത്തിയായിട്ടാണ് ആ വീട് നോക്കുന്നത്. ഇത് ഞാൻ വെള്ളം കുടിക്കാൻ ഒരു ഗ്ലാസ് എടുത്തപ്പോൾ ഓക്കാനം വന്ന് ഒരു ഉളുമ്പ് നാറ്റം. എൻ്റെ പാട് മനസ്സിലാക്കിയാണെന്ന് തോന്നുന്നു. ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങാമെന്ന് ഏട്ടൻ പറഞ്ഞു. അമ്മ ഹാപ്പിയായി. അവർക്ക് അതാണ് ഇഷ്ടം. എൻ്റെ ഭാഗ്യം. ഞാൻ പിന്നെ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു. പാതകം തുടച്ചു. തറയുടെ ശരിക്കുള്ള കളറൊന്ന് കാണണമെങ്കിലേ മൊത്തത്തിലൊന്ന് കഴുകി ഇറക്കേണ്ടി വരും. ഇതൊരു കടലാണ്, പണി തുടങ്ങിയ തീരാത്ത കടല്. ഞാൻ ശരിക്കും പറഞ്ഞ പെട്ട്, ശരിക്കും പെട്ട്. മിക്കവാറും ഞാൻ ഇവിടുന്ന് ഒളിച്ചോടി പോകും. തുടരും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.